ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ഇറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ലെ ദ സ്പെറ്റാറ്റർ ക്ലബ് ബൈ റിച്ചാർഡ് സ്റ്റീൽ ആണ് നോക്കുന്നത്. ഇതൊരു പീരിയോഡിക്കൽ എസ്സേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അവരുടെ കുറച്ച് സ്വഭാവ സവിശേഷതകൾ അതൊക്കെയാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർ റോജർ ഡി കവർലി ആണ്. അദ്ദേഹം ഒരു ജെൻറ്റിൽമാൻ, നൈസ് പേഴ്സൺ എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ജെൻറ്റിൽമാൻ എന്ന് തന്നെ പറയാം. ഓൾസോ അത് ലോയറും കൂടിയാണ്. നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് നമുക്ക് പറയാവുന്നത് സ്റ്റുഡൻറ്റ് ഓഫ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റുഡൻറ്റ് ഓഫ് ലോ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സർ ആൻഡ്രൂ ഫ്രീപോർട്ടാണ്. ഫോർത്ത് വൺ ക്യാപ്റ്റൻ സെൻട്രി. ഫിഫ്ത്ത് എന്ന് പറയുന്നത് വിൽ ഹണികോംബ്. സിക്സ്ത് ലാസ്റ്റ് ആൻഡ് അവസാനത്തെ ആൾ ക്ലർജിമാൻ. ഇവരെന്ന് പറയുന്നത് റെപ്രസെൻറ്റ് 18th സെഞ്ച്വറി അർബൻ സൊസൈറ്റി. അപ്പം ദി സ്പെറ്റാറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ റൈറ്ററിൻ്റെ ഒരു ഇമാജിനേഷനാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സും ആ ക്ലബ്ബിൽ പെടുന്നവരാണ് ഇവരൊക്കെ. അപ്പം ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ, നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കണം. അപ്പോൾ സ്പെറ്റാറ്റർ ക്ലബ്ബ് ഇതൊരു സമ്മറി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഫൈനസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ സ്റ്റീലിൻ്റെ. ഈ എസ്സേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദ സ്പെറ്റാറ്റർ എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ്. ഈ എസ്സേക്കകത്ത് ഇതൊരു ടൈപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു പീരിയോഡിക്കൽ എസ്സേ ആണ്. അപ്പം ഇതൊരു ക്ലബിലുള്ള മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ്സാണ് അവർക്കുള്ളത്. ഇവർ സൊസൈറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ്. പിന്നെ ഇവർ 6 പേരാണ് മൊത്തത്തിലുള്ളത് ഈ ക്ലബിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും 6 പേരുണ്ട്. 6 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 പേര് കൂടി ചേർന്ന് കഴിഞ്ഞ് നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്പെറ്റാറ്റർ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ദ സ്പെറ്റാറ്റർ എന്ന് പറയുന്നതിൽ ഒരു സെക്കൻഡ് എസ്സേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സർ റോജർ ഡി കവർലി ആണ്. റോജർ ഡി കവർലി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഗുഡ് നേച്ചേർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ജെൻറ്റിൽമാൻ ആണ് ഓഫ് ഏഷ്യൻ ഫാമിലിയിലെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് മറ്റേ കവർലി ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇൻവെൻറ്റ് ചെയ്തത്. അദ്ദേഹം ഭയങ്കര ഗുഡ് സെൻസൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ഈ കസ്റ്റം ആൻഡ് ഫാഷനിൽ നിന്നുമൊക്കെ ഫ്രീ ആണ്. പിന്നെ അദ്ദേഹം ഒരിക്കൽ ഒരു ബ്യൂട്ടിഫുൾ വീടായിട്ട് ലവിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വിഡോനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് ഒരു വിക്കഡ് ലേഡി ഓഫ് ദി നെക്സ്റ്റ് കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലവ് അഫെയർ ആ ലേഡി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തന്നെ അദ്ദേഹം കുറേ നാൾ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിരുന്നു. അദ്ദേഹം നല്ലൊരു ജെൻറ്റിൽമാനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു വിഡോവിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ലേഡി റിജക്റ്റ് ചെയ്യാനുണ്ടായ ആ ഒരു ദുഃഖത്തിൽ അദ്ദേഹം ഒരു 1.5 വർഷം അദ്ദേഹം ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഗ്രാജ്വലി അതിനെ ഓവർകം ചെയ്തു. പിന്നെ അദ്ദേഹം ഒരു ബാച്ചുലറായി തന്നെ തുടർന്നു. ഈ ഇൻസിഡൻറ്റിന് മുമ്പ് അദ്ദേഹം ഭയങ്കര, ഞാൻ പറഞ്ഞു, ഫൈൻ ജെൻറ്റിൽമാൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കുറേ അദ്ദേഹത്തിൻ്റെ ഏജിലുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ലേഡിയെ ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഡ്രസ്സും അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം 56 years old ആണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 വീടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് ടൗണിലും മറ്റേത് കൺട്രിയിലുമായിട്ട്. അദ്ദേഹം ഒരു ഗുഡ് നേച്ചർഡ് ആണ്. പിന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ജസ്റ്റിസ് ഓഫ് കോറമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാ ഡ്യൂട്ടീസും അദ്ദേഹം നല്ല ഗ്രേറ്റ് എബിലിറ്റിയോടെ തന്നെ ചെയ്തിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു.
ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻ്റ് ഓഫ് ലോ ആണ്. ചിലയിടത്ത് എന്താണ് ദ ടെംപ്ലർ എന്ന് പറയുന്നുണ്ട്, ദ മെമ്പർ ഓഫ് ദി ഇന്നർ ടെമ്പിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റുഡൻ്റ് ഓഫ് ലോ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്, കാരണം ടെസ്റ്റിലൊക്കെ സ്റ്റുഡൻ്റ് ഓഫ് ലോ എന്നാണ് കിടക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് സ്റ്റുഡൻ്റ് ഓഫ് ലോ ആണ്. അദ്ദേഹം ഒരു അനദർ ബാച്ചിലറാണ്, ഇന്നർ ടെമ്പിളിലെ ഒരു മെമ്പറാണ്. അദ്ദേഹം ഒരു ഓണസ്റ്റ് വൈസ് മാനുമാണ്. അദ്ദേഹത്തിൻ്റെ എന്താണ് വയസ്സായ അച്ഛനെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോയാണ് പഠിച്ചത്. സോ അദ്ദേഹത്തിന് അങ്ങനെ ലോയൊന്നും പഠിക്കണം താല്പര്യമില്ലായിരുന്നു, പക്ഷേ അച്ഛനെ ഒബേ ചെയ്യാൻ അതൊക്കെ അങ്ങെടുത്ത് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആർട്ടും സ്റ്റേജും എന്നും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വെൽ റീഡ് മാനാണ്. ക്ലാസ് 6 അദ്ദേഹം കസ്റ്റംസ്, മാനേഴ്സ്, ആക്ഷൻസ്, റൈറ്റിങ്സ് ഓഫ് ദി ഏഷ്യൻസ് ഇതൊക്കെയാണ് എപ്പോഴും വായിക്കുന്നത്. സോ അദ്ദേഹം ഒരു മെൻ ആൻഡ് തിങ്സിൻ്റെ ഒബ്സർവറാണ്. അദ്ദേഹം എന്താണ് ഗുഡ് ക്രിറ്റിക് ഓഫ് ഡ്രാമ എന്ന് പറയും. സ്റ്റേജ്, അതായത് നമ്മൾ ഈ നാടകം നടക്കത്തില്ലേ സ്റ്റേജിലൊക്കെ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഏതൊരു പെർഫോമൻസിലും അദ്ദേഹം പ്രസൻ്റ് ആയിരുന്നു. ഒരു ആക്ടർ തന്നെ, എവറി ആക്ടർ അദ്ദേഹത്തിന് പ്ലീസ് ചെയ്തിരുന്നു. പിന്നെ തിയേറ്റർ എപ്പോഴും അദ്ദേഹം എപ്പോഴും വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ഡ്രാമാറ്റിക് പെർഫോമൻസിൻ്റെ തന്നെ ജഡ്ജാന്ന് പറയാം. കാരണം ഇദ്ദേഹം തിയേറ്ററിൽ വരുമ്പോൾ ഈ നാടകം പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് പേടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നാടകം എല്ലാവരും കളിക്കുമായിരുന്നു. അതേപോലെ ഓഡിയൻസിന് ഇഷ്ടമായിരുന്നു, അപ്പോൾ നല്ലൊരു നാടകം കാണാനും പറ്റുമായിരുന്നു. ഇനി തേർഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ, തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സാർ ആൻഡ്രൂ ഫ്രീപോർട്ടാണ്. അദ്ദേഹം ഒരു സക്സസ്ഫുൾ മെർച്ചൻ്റാണ്. അപ്പോൾ സാർ ആൻഡ്രൂ ഫ്രീപോർട്ട് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ലണ്ടൻ എന്ന് പറയാം. മെർച്ചൻ്റ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ലണ്ടൻ ആണ്. അദ്ദേഹം മാൻ ഓഫ് ഇൻഡസ്ട്രിയാണ്, സ്ട്രോങ് റീസൺ ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നോബൽ ആൻഡ് ജനറസ് ഐഡിയാസ് ഓഫ് ട്രേഡ് ഉണ്ട്. അപ്പം അദ്ദേഹം വിചാരിക്കുന്നത് റിയൽ സ്ട്രെങ്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആർട്ടിലും ഇൻഡസ്ട്രിയിലൊക്കെയാണ്. അദ്ദേഹത്തിന് ഡിലിജൻസും ലേബറും ഒക്കെ അപ്രൂവ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കുറച്ച് മാക്സിംസ് ഉണ്ട്. അതായത് പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഗോട്ട് എന്ന് പറയുന്ന ഒരു മാക്സിം ഉണ്ട് അദ്ദേഹത്തിന്. അതേപോലെ സ്ലോത്ത് ഈസ് എ ഗ്രേറ്റ് ഡിസ്ട്രോയ് ദാൻ ദ സോഡ് എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. പിന്നെ ഒരു റിച്ച് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ലേബർ ആൻഡ് ഹോണസ്റ്റ് മെത്തേഡ്സിലൂടെയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ഇംഗ്ലണ്ട് ബാക്കിയുള്ള നേഷനെക്കാട്ടി റിച്ചറാകും സെയിം മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് ത്രൂ ഔട്ട് ദി വേൾഡിൽ ബിസിനസ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പേഴ്സൺ എന്ന് പറയുന്നത് ദ കറേജസ് ക്യാപ്റ്റൻ സെൻട്രിയാണ്. ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. അദ്ദേഹം ഗ്രേറ്റ് കറേജ്, ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഗ്രേറ്റ് മെറിറ്റ്സ് ഒക്കെ പൊസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും ഷോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം കുറേ നാൾ ആർമിയിൽ സേവ് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു സ്മോൾ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട്. അദ്ദേഹം സർ റോജർ ഡി കവർലിയുടെ ഒരു ഹെയറാണ്, അടുത്ത അവകാശി. അദ്ദേഹം ആർമി പിന്നെ ലെഫ്റ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അൺപ്ലസൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആർമിയിൽ അങ്ങനെ പിന്നെ തുടരാഞ്ഞ കാരണം അദ്ദേഹം വിചാരിക്കുന്നത് ആർമിയിലൊക്കെ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ഈ അംഗീകാരമൊക്കെ ഉള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. കുറച്ചുകൂടി നമ്മൾ പറയത്തില്ലേ, ഈ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ റെക്കമെൻഡൊക്കെ ചെയ്യുന്നവരെ മാത്രമേ ആർമിയിൽ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലാതെ മെറിറ്റ് കയറിയിട്ടൊന്നും വലിയ കാര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെമ്പറമെൻറ്റിൽ ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആർമി ലെഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ച്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ദ ഗാലൻ വിൽ ഹണിക്കോംബാണ്. അപ്പം നെക്സ്റ്റ് മെമ്പർ ഓഫ് ദി ക്ലബ് എന്ന് പറയുന്നത് വിൽ ഹണിക്കോംബാണ്. അദ്ദേഹവും നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ഗാലൻ്റാണ്. അദ്ദേഹം
അക്കോർഡിംഗ് ടു ഹിസ് ഇയേഴ്സ് ഹി ഷുഡ് ബി ഇൻ ദ ഡിക്ലൈൻ ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കെയർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സണൊക്കെയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡിയിലോ മൈൻഡിലോ അങ്ങനെ ഏജൊന്നും പ്രായമായുള്ള ഇതൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് പൊക്കമുണ്ട്. അതേപോലെ ഹി ഡ്രസ്സസ് ഹിംസെൽഫ് വെരി വെൽ ആയിട്ടാണ് എപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നത്. അതേപോലെ മെന്നുമായിട്ട് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തും, യൂഷ്വലി എൻ്റർടൈൻ വിമൻ. സോ ഹീ നോസ് ഹിസ്റ്ററി ഓഫ് എവറി ഫാഷൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻറ്റയർ നോളജ് എന്ന് പറയുന്നത് ഫീമെയിൽ വേൾഡിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന് കൂടുതലും നോളജ് ഉള്ളത്. അദ്ദേഹം പിന്നെ ഡ്യൂക്ക് ഓഫ് മാൻമൗത്ത് എന്നാണ് ഡ്യൂക്ക് ഓഫ് മോൺമൗത്ത് ഡാൻസ്ഡ് അറ്റ് കോർട്ട് എന്ന് പറയാൻ പറ്റും. ഏത് വിമണാണ് അദ്ദേഹമായിട്ട് ആ ടൈമിൽ ഡ്യൂക്കുമായിട്ട് ലവ് ചെയ്തതെന്നൊക്കെ പറയാൻ പറ്റും. അദ്ദേഹം ഒരു ടെൻഡർ അറ്റൻഷനാണ് അവിടെ കൊടുക്കുന്നത് തന്നെ. അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ലേഡീസ് കൈൻഡ് ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് പ്ലീസിങ് ആണ്. അദ്ദേഹത്തിനെ എല്ലാവരും വെൽ ബ്രെഡ് ഫൈൻ ജെൻറ്റിൽമാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹം എന്ന് പറയുമ്പം അദ്ദേഹത്തിന് എല്ലാ ഫാഷൻസിനെ പറ്റിയിട്ടുമൊക്കെ അറിയാവുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ് വിൽ ഹണികോംബ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആളെന്ന് പറയുന്നത് ദ ക്ലർജിമാൻ ആണ്. ക്ലർജിമാൻ എന്ന് പറയുന്നത് അങ്ങനെ ക്ലബിനെ അങ്ങനെ കുറച്ചൊക്കെ വിസിറ്റ് ചെയ്യത്തുള്ളൂ. സം ടൈംസ് എന്ന് പറയുന്നുണ്ട്. അത് റെയറാണ് അങ്ങനെ വിസിറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ പോലെയല്ല. അപ്പം സ്റ്റിൽ നമ്മുടെ എസ്ഐസ്റ്റ് തന്നെ വിചാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ക്ലബിലെ ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. പക്ഷേ അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ പേഴ്സൺ ആൻഡ് ലേൺഡ് മാൻ ആണ്. അദ്ദേഹത്തിന് ഒരു വീക്ക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം ക്വയറ്റാണ്, ബട്ട് ഹിസ് ഇൻറ്റിഗ്രിറ്റി ഹാസ് വോൺ ഹിം മെനി ഫോളോവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റിലീജിയസ് സബ്ജക്ട്സിനെ പറ്റി അങ്ങനെ സ്പീക്ക് ചെയ്യത്തില്ല. ആരെങ്കിലും ആ കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാതെ അല്ലാതെ അങ്ങനെ റിലീജിയസ് സബ്ജക്റ്റിനെ പറ്റിയിട്ടൊന്നും പറയത്തില്ല. അദ്ദേഹത്തിന് വേൾഡിൽ ലിറ്റിൽ ഇൻട്രസ്റ്റ് മാത്രമാണ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് അഫെയർസ് എന്ന് പറയുന്നുണ്ട്. ഹീ ജസ്റ്റ് വാണ്ട്സ് ടു ഓവർകം ഹിസ് വേൾഡ്ലി ഇൻഫർമിറ്റീവ്സ് ഇൻ ഓർഡർ ടു മേക്ക് ഹിംസെൽഫ് ഫിറ്റ് ഫോർ ദി നെക്സ്റ്റ് വേൾഡ്. അപ്പം ക്ലർജിമാനാണ് അധികം വിസിറ്റ് ചെയ്യാത്ത ആൾ. ബാക്കി എല്ലാവരും തന്നെ ഓഫൻഡായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ആ ക്ലബിലുള്ളത്. ഒരു 6 പേരുണ്ട്. അവരുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.